ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് പറയാൻ പോകുന്നത് എൻ്റെ ക്യൂട്ടായിട്ടുള്ള ഒരു റൂമിനെ കുറിച്ചാണ്. റൂമെന്ന് വെച്ചാൽ എൻ്റെ റൂമല്ല, ഞാൻ അവിടെ ഉറങ്ങിയാൽ എൻ്റെ റൂമാണെന്നാണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം അവിടെ ഉറങ്ങാൻ പോവാണ്. നാട്ടിൽ പോയി വന്നിട്ടാണ് ഞാൻ ഇന്ന് വൈകുന്നേരം നാട്ടിൽ പോകും. അതുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു സ്റ്റഡി ടേബിള് ക്ലീനിങ് അപ്പ് വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ വിചാരിച്ചിരുന്നു. പക്ഷെ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇതുവരെ ആയിട്ടും. പക്ഷെ ഇന്ന് അതല്ല ഞാനിടുന്നത് എൻ്റെ സ്റ്റഡി ടേബിള് ക്ലീനിങ് അപ്പ് വീഡിയോ അല്ല. നമ്മുടെ സ്റ്റഡി ടേബിൾ ഇത് ചെയ്യൂലേ, സ്റ്റഡി ടേബിൾ എന്താ പറയുക, ഡിസ്ക്രൈബ് അബൌട്ട് സ്റ്റഡി ടേബിളാണ്. എനിക്ക് 2 സ്റ്റഡി ടേബിളുണ്ട്. ഇത്രയും കാലം എൻ്റെ ആദ്യത്തെ നോർമൽ സ്റ്റഡി ടേബിൾ ഞാൻ കിഡ് സ്റ്റഡി ടേബിൾ ഞാൻ എന്തായിരുന്നു ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന് ക്രാഫ്റ്റ് ചെയ്യാറായിരുന്നു. അത് അലങ്കോലമായി കിടപ്പായിരുന്നു. ഇന്നലെ ഞാനതൊക്കെ കൂടി ക്ലീനാക്കി. ഞങ്ങൾ അതിന് ശേഷം ഞാൻ അതും കാണിച്ചു തരാം, മറ്റേ എൻ്റെ സ്റ്റഡിയിങ് ടേബിളും കാണിച്ചു തരാം. അത് ഞാൻ ഇന്നലെ തീരുമാനിച്ചത് സ്റ്റഡി ടേബിളായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ അലങ്കോലമായി കിടക്കുന്ന സ്റ്റഡി ടേബിൾ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ റെഡിയാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനൊന്നും അല്ല. ഇതെൻ്റെ ബാഗാണ് കേട്ടോ. ഇതാണ് എൻ്റെ ബാഗിൻ്റെ പിക്ചർ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. ഇത് പിന്നെ എൻ്റെ പഴയ ബോക്സ്. പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മെയിൻ തിങ് സ്റ്റഡി ടേബിൾ. വേറെ സ്റ്റഡിയിങ് ടേബിൾ, റിയൽ സ്റ്റഡി ടേബിൾ. ഇത് നോർമൽ സ്റ്റഡി ടേബിൾ പോലെയാണ്. ഞാനാണ് ഒരു മാറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് എൻ്റെ ബുക്സാണ്. ഇവിടെ എൻ്റെ ബുക്സും കാര്യങ്ങളും. പിന്നെ ഇതെൻ്റെ വാട്ടർ ബോട്ടിൽ. പിന്നുള്ളത് ഇങ്ങനത്തെ ബോക്സസ്. പിന്നെ ഇതെൻ്റെ റൂമാക്കി തിരഞ്ഞെടുക്കാൻ പോകുന്ന റൂമിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് എൻ്റെ റൂമായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത്. ഇനി ഞാനവിടെ ഇറങ്ങിയാൽ അതിൻ്റെ റൂം എന്നും കൂടെ പേരാവും അവിടെ. അപ്പം ഇതാണ് എൻ്റെ റൂമിൻ്റെ കാര്യം. പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്ത ഉടനെ അപ്ലോഡ് ചെയ്യില്ല. കുറച്ച് എഡിറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടേ അപ്ലോഡ് ചെയ്യൂ. കുറച്ചെല്ലാം ഒരു 3-4 എഡിറ്റിങ്സൊക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു കാര്യത്തിനെക്കുറിച്ചാണ്. ഇതാണ് എൻ്റെ ഷെൽഫ്. പക്ഷേ ആ ഷെൽഫിൽ എന്താണ് ഞെട്ടാനുള്ളതെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നത്. അതെന്താണെന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പം നമുക്ക് ഒരുമിച്ച് കാണാം. കണ്ടോളൂ. ഇത് ഫുൾ എൻ്റെ ഹെയറിൻ്റെയും റിങ്സ്, മാല, ക്ലിപ്സ്, അങ്ങനത്തെ സ്റ്റേഷനറി ഐറ്റംസാണ്. അതൊക്കെ എനിക്ക് കുറേ ഉണ്ട്, ഇഷ്ടംപോലെ കൂട്ടായിട്ടിരിക്കുന്നത്. പിന്നെ അടുത്തത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്, ഞാൻ ഡ്രോ ചെയ്തതല്ല, കളറും ഡ്രോവും പിന്നെ ഒക്കെ ചെയ്ത ഒരു ഇന്ത്യ ഫ്ലാഗാണ്. ഇത് ഇത് ഉണ്ടാക്കിയതാണ്. ക്യൂട്ടായിട്ട് ഇത് ഉണ്ടാക്കിയതാണ്. നല്ല ക്യൂട്ടാണെന്ന് എനിക്ക് തോന്നി. റിയൽ പോലെ ഉണ്ടല്ലേ. അപ്പം നെക്സ്റ്റ് ഞാൻ ചെയ്താൻ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഡോളിനെയാണ്. ഡോൾ ആരാന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചത്. വെയിറ്റ് ചെയ്യുക. ആ ഡോളിനെ ഞാൻ കാണിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ട് ആളിപ്പോൾ. പക്ഷേ എൻ്റെ റൂമിലോട്ട് കൊണ്ടുപോകാൻ ആളെ. എൻ്റെ റൂമിലോട്ട് മാറ്റണമല്ലോ. അപ്പം ഇതാണ് എൻ്റെ ഡോൾ. എൻ്റെ ഡോളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡോളിന് ഇതുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോഴാണ് നോക്കുന്നത്. ഇപ്പം ഞാനിതിനെ ഇവിടെ ഇരുത്തിയിട്ട്
കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യാം. പിന്നെ റൂമിൽ നോക്ക്, ഇതെൻ്റെ അനിയൻ. ഇതാണ് എൻ്റെ അനിയൻ. നല്ല കുരുത്തക്കേടാണ്, നല്ല വികൃതിയുണ്ട് കേട്ടോ. മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് വികൃതിന്ന് കേട്ടോ. ഹായ് പറ. ഹായ്. ആൾക്ക് നല്ലോണം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ എന്താ പറയുന്നതെന്ന്. കാണിച്ചു തരാം.